ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ ഇവിടെ സ്ഥലം പറഞ്ഞത് ലക്ഷദ്വീപും മാൽദീവ്സ് ഒന്നുമല്ലാതെ വെറും 1000 രൂപയ്ക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് പോയി വരാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഐലൻഡാണ് കർണാടകയിലെ ഉടുപ്പിക്കടുത്തുള്ള സെന്റ് മേരീസ് ഐലൻഡ്. ആൻഡ് വെൽക്കം ടു സെന്റ് മേരീസ് ഐലൻഡ് ഡയറീസ്. അങ്ങനെ ഇന്നത്തെ ഈ ഞായറാഴ്ച അതിരാവിലെ എണീറ്റ് സെന്റ് മേരീസ് ഐലൻഡ് കാണണമെന്നുള്ള ലക്ഷ്യവുമായി ഞങ്ങൾ നേരെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ആ ഒരു സമയത്ത് ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുത്തു. 105 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. ഏകദേശം 5 മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ നേരെ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് നിന്ന് തന്നെ നമുക്ക് ഉടുപ്പി ബസ് സ്റ്റാൻഡിലോട്ടുള്ള ബസ് ലഭിക്കും. 95 രൂപയാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ്. ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ നിന്നും 20 രൂപയ്ക്ക് മാൾപേ ബീച്ചിൽ പോകുന്ന ഒരുപാട് പ്രൈവറ്റ് ബസ് സർവീസുകൾ അവൈലബിൾ ആണ്. മാൾപേ ബീച്ച് ശരിക്കും ഒരു ബീച്ച് ട്രിപ്പിന് പറ്റിയ ഒരു കിടിലൻ ലൊക്കേഷൻ തന്നെയാണെന്ന് ഒറ്റ നോട്ടത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി. ഗോവയിലെ അതേ വൈബും എന്നാൽ അത്ര തന്നെ തിരക്കില്ലാത്ത ഈ ബീച്ചിലെത്തി കഴിഞ്ഞാൽ സ്പീഡ് ബോട്ട് സഫാരിയും പാരാസൈലിംഗ് പോലത്തെ ഒരുപാട് സീ സ്പോർട്സ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ലഞ്ച് കഴിക്കാൻ വേണ്ടി ബീച്ചിനടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. 200 രൂപയാണ് ബിരിയാണിയുടെ ചാർജ് വരുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് ഷെയർ ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ കഴിച്ചത്. ബീച്ചിൽ നിന്ന് തന്നെ നമുക്ക് സെന്റ് മേരീസ് ഐലൻഡിലോട്ടുള്ള ബോട്ട് സർവീസിനുള്ള ടിക്കറ്റ് ലഭിക്കും. 400 രൂപയാണ് ഒരാൾക്കുള്ള അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ചാർജ് വരുന്നത്. ഐലൻഡിൽ നമുക്ക് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം. ബോട്ടിൽ കയറുവാനായി അല്പനേരം ക്യൂവിൽ നിന്ന് ബോട്ടിൽ കയറി 20 മിനിറ്റ് കടലിലൂടെയുള്ള ഈ മനോഹരമായിട്ടുള്ള ബോട്ട് യാത്ര നമ്മളെ കൊണ്ടെത്തിക്കുന്നത് മനോഹരമായിട്ടുള്ള സെന്റ് മേരീസ് ഐലൻഡ് അല്ലെങ്കിൽ കോക്കനറ്റ് ഐലൻഡ് എന്നറിയപ്പെടുന്ന ഈ ദ്വീപിലോട്ടാണ്. 1498 കടൽ മാർഗം ഇന്ത്യയിലോട്ട് എത്തിയ ആദ്യ യൂറോപ്യൻ ആയിട്ടുള്ള വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വരുന്ന സമയത്ത് തന്നെ ഈ ഐലൻഡിലോട്ട് വരികയും തന്റെ അമ്മയുടെ പേരായിട്ടുള്ള സെന്റ് മേരീസ് എന്ന പേര് ഈ ഐലൻഡിന് നൽകി എന്നും പറയപ്പെടുന്നു. നല്ല വെള്ള കളറിലുള്ള മണലിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, തിരമാലകളായി അടിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളും പണ്ട് കാലത്ത് അഗ്നിപർവ്വതം പൊട്ടിയുണ്ടായ ലാവ തണുത്തുറച്ച പാറകളുടെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാം.